Hello, good morning everyone. This is Justin Lois from Dublin Baloo World. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണം എന്ന് വിചാരിക്കുവാണ്. സോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറേയധികം വീഡിയോസ് ഒക്കെ ഔട്ട്ഡോർ ഒക്കെ കണ്ടിരുന്നു. സോ ഇന്നത്തെ ഒരു ദിവസം ഓഫ് ഡേ ആണ്. സോ ഐ തോട്ട് ഓഫ് ഗോയിങ് ടു ഡിഫറെൻറ്റ് ഏരിയസ് ഇൻ ഡബ്ലിൻ. സോ ഇന്നത്തെ ദിവസം നമ്മൾ നിങ്ങളെ കൊണ്ടാകാൻ പോകണം വേറെ അങ്ങോട്ടും അല്ല, നമ്മുടെ മാലഹൈഡ് ബീച്ച് ഉണ്ട്. വെരി ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ഇവിടെ തൊട്ടടുത്താണ്, ഒത്തിരി ദൂരമില്ല. സോ മാലഹൈഡ് ബീച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ച ഹോത്ത് എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്. സിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിക്കാതിരുന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. സോ if you're watching Dublin Baloo World for the very first time, I would like to subscribe my channel. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്സും ഒക്കെ തന്നിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു ലേറ്റസ്റ്റ് ഒരു ന്യൂ ചാനലാണ്, ഒത്തിരി നാളായിട്ടൊന്നുമുള്ള ചാനലല്ല. സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുകയാണ്. സോ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. വളരെ നല്ലൊരു ഡേ ആണ്. ഒത്തിരി എന്താ പറയുക, തണുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. കുറച്ച് സണ്ണൊക്കെ ഉള്ള ദിവസമാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നങ്ങനെ പോകാൻ പോകണം. അതുപോലെ നാളെ നമ്മൾ പോകുന്നുണ്ട്. നാളെ നമ്മൾ സിറ്റിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം കുറേയധികം വീഡിയോസ് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇത് വാച്ച് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും കുറവുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി തരാവുന്നതായിരിക്കും. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് യൂട്യൂബ് ചാനലിൽ വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നിങ്ങളാണ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ വെൽക്കം ടു ഡബ്ലിൻ ബാലു വേൾഡ് ഫോർ ടുഡേയ്സ് എപ്പിസോഡ്. പോകുന്ന വഴിക്ക് അടിപൊളിയായിട്ട് പൂക്കളൊക്കെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ റാഹിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ വഴിക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രെയിൻ പിടിക്കേണ്ട സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നടന്നങ്ങ് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് എല്ലായിടത്തും നമുക്ക് ഫ്ലവേഴ്സ് കാണാൻ പറ്റും. ബിക്കോസ് സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ഇലയൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ പലയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വഴി കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു ആലി പോലെ ഒരു സ്ഥലമുണ്ട് കണ്ടോ. ഈ വഴിക്കാണ് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോയിലും കണ്ട് ഈ ഒരു പ്ലേസ് കാണിച്ചിട്ടുണ്ട്. വളരെ നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. കുറേ ഗ്രാഫിറ്റി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞ് വലതോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ ഉള്ളത്. അപ്പം ട്രെയിൻ സ്റ്റേഷൻ വഴി നമ്മൾ കയറി ട്രെയിനാണ് ഇന്നത്തെ യാത്ര നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം. നല്ല രസമല്ലേ പെയിൻറ്റിങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ വളരെ നല്ലൊരു ഇതാണ്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക്, റഹിനി ടൗണിൻ്റെ മെയിൻ റോഡിലേക്ക് ചെല്ലാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാനിവിടെ ടാപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്ത് നമ്മൾ ഉള്ളിൽ കയറി. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടത് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്താൽ, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നത്, അവിടെ അല്ല പോകേണ്ടത്. ഞാൻ തിരിഞ്ഞ് ഇപ്പുറത്തേക്കാണ് പോകേണ്ടത്. തിരിഞ്ഞ് വന്നിട്ട് മറ്റേത് സിറ്റിയിലേക്ക് പോകുന്ന ലൈനാണ്. ഇതാണ് നമ്മൾ ഹൗത്തിലേക്ക് പോകുന്ന സിറ്റിയിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പം ബ്രിഡ്ജെല്ലാം കയറി ഇറങ്ങി അപ്പുറേ കടന്നിട്ട് വേണം നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്, പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. 2 പ്ലാറ്റ്ഫോമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ ഹൗത്തിലേക്കുള്ള ട്രെയിൻ പിടിക്കേണ്ടത്. അപ്പം അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് സിറ്റിയിലേക്ക് പോകാനുള്ള ട്രെയിൻ, നമ്മുടെ സിറ്റി സെൻറ്ററിലേക്ക് പോകാനുള്ള ട്രെയിൻ വന്നു കഴിഞ്ഞു. അപ്പം ഇപ്പം തന്നെ വരും. പക്ഷേ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു, നമ്മുടെ ട്രെയിൻ കുറച്ച് വൈകും എന്ന് കേട്ടു. അപ്പം മിക്കവാറും ഇച്ചിരിയും കൂടെ വൈകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാനിങ്ങനെ ട്രെയിനും നോക്കി ഇരിപ്പാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇപ്പുറത്തുനിന്ന് ഒരു വി ലൈൻ, നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക്, ഇവിടെ നിന്ന് വേറെ സ്റ്റേറ്റ് വിട്ടു പോകുന്ന ഒരു ട്രെയിൻ അവിടെ നിന്ന് വരുന്നതായിട്ട് കാണാം. ഇപ്പം കണ്ടില്ലേ, ഇത് വി ലൈൻ സർവീസാണ്. വി ലൈൻ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക്, ഓസ്ട്രേലിയ ഉള്ള പോലെ തന്നെ പോകുന്ന സ്ഥലങ്ങളാണ്. വേറെ സോണിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബുള്ളറ്റ് ട്രെയിൻ പോലത്തെ ട്രെയിനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രെയിനും നോക്കിയിരിപ്പാണ്. ട്രെയിൻ ഇന്ന് എനിക്ക് തോന്നുന്നു വൈകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കിട്ടിയിരുന്നു, ട്രെയിൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സിറ്റി ലെഫ്റ്റ് സൈഡിലേക്കുള്ള ട്രെയിനുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള ട്രെയിനുകളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നുന്നു. സോ ഞാൻ മോർണിംഗ് വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് നല്ല സണ്ണി ആയിരുന്നു. ഏകദേശം നല്ല സണ്ണൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ചെറിയ ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം ഏകദേശം ട്രെയിൻ സ്റ്റേഷനിൽ വന്നു കഴിയുമ്പോൾ ഒടുക്കത്തെ തണുപ്പാണ്. പെട്ടെന്നാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ് ഇൻ അയർലൻഡ്. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ, ട്രെയിൻ വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ജസ്റ്റ് വന്നത്. സോ എന്തായാലും ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. സീറ്റുകളൊക്കെ എല്ലാം തന്നെ ഫ്രീ ആണ്. ഈ ഒരു ടൈം എന്ന് പറയുമ്പം എന്താ പറയുക, അത്രയൊരു ബിസി ഇല്ലാത്ത ടൈമല്ലേ. അപ്പോൾ മോസ്റ്റ് ഓഫ് ഓൾ ദ സീറ്റ്സ് എല്ലാം തന്നെ ഫ്രീ ആണ്. സോ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒത്തിരി ദൂരമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാവുന്നതായിരിക്കും. മാലഹായിഡ് എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ്, അപ്പം ഒത്തിരി ദൂരമില്ല. അതുപോലെ ഇത്തവണ ഞാൻ കുറച്ചും കൂടെ കോഷ്യസ് ആയിരുന്നു ട്രെയിൻ കയറുന്ന സമയത്ത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്താണ് എനിക്ക് ടച്ച് ഓൺ ചെയ്തിട്ട് ടച്ച് ഓൺ ആയില്ല. അപ്പം പോകുന്ന വഴിക്ക് ഒഫീഷ്യൽസ് നമ്മൾ ക്യാച്ച് ചെയ്തു. അപ്പം €100 ഫൈൻ കിട്ടി. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാനത് അടച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പീൽ കൊടുത്തിട്ട് എനിക്ക് അപ്പീൽ ഓക്കെ ആയില്ല. സോ അങ്ങനെയുള്ള കുറേ അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റാം. സോ അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ടച്ച് ഓൺ ചെയ്ത് കറക്റ്റായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വരുന്ന സമയത്ത് ഹാമസ്റ്റൗണിൽ നിന്നാണ് വന്നത്. അപ്പോൾ അത് ടച്ച് ഓൺ ചെയ്ത സമയത്ത് അത് ഓപ്പണായി കിടക്കുമായിരുന്നു ഓൾറെഡി തന്നെ. അപ്പം അത് കറക്റ്റായില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമ്മുടെ ബാട്ടിലൊക്കെ തന്നെ പറയാം. അപ്പം അടയ്ക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകുമ്പം ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ആദ്യം നമ്മുടെ മാലഹായിഡ് ബീച്ച് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞ ട്രെയിനിൽ കയറിയത്. പക്ഷേ ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്ന ഹോത്ത് എന്ന് പറഞ്ഞ് നമ്മൾ നാളെ പോയ ആ സ്ഥലത്ത് തന്നെയാണ് പോകാൻ പോകുന്നത്. അപ്പം അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ക്ലിഫിലൊന്നും പോയില്ല. ക്ലിഫിലൊക്കെ പോകേണ്ടതായിരുന്നു, പക്ഷെ പോകാൻ സാധിച്ചില്ല. അപ്പം ഇത്തവണ പോകുമ്പം ഹോത്തിൽ ക്ലിഫ് കുറച്ച് നടക്കാറുണ്ട്. ഏകദേശം 45 മിനിറ്റ്സോട് നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും ഭാഗം നടന്ന് ആ ഭാഗങ്ങൾ കണ്ടിട്ട് വന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ മാലഹായിഡ് ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും തണുപ്പാണ്, പിന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും ക്ലൈമറ്റ് ഇത് തന്നെയാണല്ലോ. സോ ദർ ഇസ് നോ മച്ച് ഓപ്ഷൻസ്. അപ്പം അങ്ങനെ തന്നെ ഹോത്തിൽ പോയി വന്നതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ മാലഹായിഡിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ആ കാണുന്നത്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ നടന്നിറങ്ങി നമ്മൾ ഹോത്ത് ടൗണിലേക്കാണ് ചെല്ലാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഹോത്ത് ടൗൺ. നമുക്ക് കാണാവുന്ന പോലെ തന്നെ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇച്ചിരിയും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പം ആളുകളൊക്കെ ഇറങ്ങി പോകുന്ന സ്ഥലമാണ്. അപ്പം ഇതാണ് ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറ്റിൽ ടൗൺ ആണ്. കണ്ടില്ലേ, വളരെ നല്ല ഗാർഡൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇതിന് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം നന്നായിട്ട് കാണാനായിട്ട് പറ്റട്ടെ. ഹൗത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സാധാരണ നമ്മൾ ആ ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണ്. നിറയെ കഫേസ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഒരുപാട് കഫേസ് ഉണ്ട് കേട്ടോ. സെറ്റപ്പാണ്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വെസ്റ്റേൺ അതിൻ്റെ സ്റ്റൈൽ മൊത്തം കാണിച്ചിട്ടുള്ള വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഹോത്ത് സിറ്റിയുടെ ഒരു ഭാഗമാണ്. നാളെ വന്നിരുന്നു, പക്ഷേ ഇന്നോടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. സോ അടിപൊളി ഒരു കോസ്റ്റൽ സിറ്റിയാണ് ഹോത്ത്. ബ്യൂട്ടിഫുൾ ടൗൺ. ഇവിടെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. കുറേ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. സോ നല്ല പ്ലേസാണ്. നിങ്ങൾക്കൊക്കെ സമയം കിട്ടുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട, അല്ലെങ്കിൽ വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഹോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മുടെ ഹോത്തിൻ്റെ ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയയാണ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടാകും ഹൗസസൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് കണ്ടോ. മീൻസ് എല്ലാം വാട്ടർ ഫ്രണ്ട് ഏരിയ ആണ്. ആൻഡ് $1 million ഹൗസസ് ആണ് മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അല്ലേ, സോ ജസ്റ്റ് ലുക്സ് സോ അമേസിങ്.
Oh my god. That's a surprise. Where is it? Oh my god. Sorry about that. No, that's lovely, the sun. Does it usually come here or? Yeah, they Does do, it? yeah. Yeah. Oh, do they're they? always in the harbour, yeah. But A lot of the time they get they're fed looking by... for you. Oh, there comes one more, yeah. They want you to buy fish in there and throw feed the them. fish. Oh yeah. They come for free dinner. And I. A free dinner. Wow, awesome. It's coming down to Des. I know. He sees the white. I know. As well as John. ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ സീലിനെ കണ്ട താഴെ കണ്ടോ. ഇവിടെ സീല് വരും, നമ്മുടെ ഈ കടലിൻ്റെ ഈ ഭാഗങ്ങളിൽ സീല് നമുക്ക് കാണാൻ പറ്റും സാധാരണ. അപ്പം നമ്മളിവിടെ വന്ന് നിൽക്കുമ്പം അവർ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡും കൊണ്ട് വന്നേക്കണമെന്ന്. ആള് ധ്യാനത്തിലാണ് കണ്ടോ. അപ്പോൾ ഇത് ഹോത്തിൽ നമ്മൾ ഏകദേശം ഈ ഒരു ടൗണിൻ്റെ കോസ്റ്റൽ ഏരിയയിലുള്ള ഷിപ്പിൻ്റെ ഒക്കെ ഏരിയയാണ്. ഇവിടെ മോസ്റ്റ്ലി നമുക്ക് ഫിഷിംഗ് ഒക്കെ ഒത്തിരി കാണാൻ പറ്റും. ഈ കിടക്കുന്ന ഷിപ്സ് കുഞ്ഞു കുഞ്ഞു ഈ ബോട്ടുകളൊക്കെ നമ്മൾ ഫിഷിംഗ് ബോട്ടുകളാണ്. സാധാരണ ഇവിടെ ഒത്തിരി ഫിഷിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എന്താ പറയുക, ഒത്തിരി ഫിഷൊക്കെ നമുക്കിവിടെ വില കുറച്ച് മേടിക്കാൻ കിട്ടുന്ന ഞാൻ കേട്ടത്. ഒത്തിരി നല്ലൊരു ഏരിയയാണ് ആ ഒരു കാര്യങ്ങൾക്കൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നെങ്കിൽ അന്ന് എനിക്ക് എന്താ പറയുക, സെൽഫി സ്റ്റിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റും. കാരണം നമുക്ക് സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ കുറച്ച് നല്ല വ്യൂസും ഒക്കെ കാണാൻ പറ്റും സിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ ഇവിടെ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്താ പറയുക മറ്റേ നമ്മുടെ ഇതിൻ്റെ ക്ലിഫ് സൈഡിലേക്ക് പോകുന്നത്. ഇവിടെ തന്നെ കാണാം, നമുക്കിത് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് കണ്ടില്ല, ആ മലനിരകളുടെ ആ ഒരു കാണുന്ന ഒന്നിൻ്റെ അപ്പുറ സൈഡാണ് ക്ലിഫ്സ് ഏരിയ എന്ന് പറയുന്നത്. അന്ന് വന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ ഒത്തിരി ഫോട്ടോസ് ഞാൻ എടുത്തിരുന്നു. പക്ഷേ അന്നത്ര എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ഡേ ആയിരുന്നില്ല. മീൻസ് ഇന്നിപ്പോൾ നല്ല സണ്ണുണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് പോകുന്ന സമയത്ത് വെയിൽ പോയെങ്കിലും വീണ്ടും വെയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മീൻ പിടിക്കുന്നവരൊക്കെ കുറച്ച് പേരുണ്ട്. കുറച്ച് അപ്പച്ചന്മാർ വന്നിട്ട്, ചേട്ടന്മാരൊക്കെ വന്നിട്ട് ചൂണ്ടൊക്കെ ഇട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഭയങ്കര സീനാണ് ഇവിടെ വന്നെങ്കിൽ കാണാൻ പറ്റുന്നത് അല്ലേ. ആ പുള്ളി എനിക്ക് തോന്നുന്നു ഫിഷിങ്ങിന് വേണ്ടി നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ആ കാണുന്ന ലൈറ്റ് ഹൗസില്ലേ, ഇതേ കാണുന്ന ലൈറ്റ് ഹൗസിലേക്ക് നമുക്ക് പോകാം. പക്ഷേ അത് പോകേണ്ട അപ്പുറത്തോടെ കറങ്ങി വരണം കേട്ടോ. അങ്ങനെ കറങ്ങി വരാറുണ്ട്. അപ്പോൾ നമുക്കത് കഴിഞ്ഞ വർഷം ഞാൻ പോയില്ല, പക്ഷേ ഇത്തവണ അത് ഒന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നടക്കാറുണ്ട് ആ ഭാഗങ്ങളിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ. ഇതാണ് ഏകദേശം ഈ ഒരു ഹോട്ട് സിറ്റിയുടെ ഒരു ഭാഗം നമ്മൾ കാണാവുന്ന പോലെ തന്നെ. ആ മേൽഭാഗങ്ങളിൽ കാണുന്ന എല്ലാം വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഭയങ്കര എക്സ്പെൻസീവാണ്. മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഹൗസസ് ആണ് എല്ലാം. അത്രയും എന്താ പറയുക എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഹോത്തിൻ്റെ ഇത്. ഈ കാണുന്ന ബോട്ട് എന്താ പറയുക, നമ്മളെ ഈ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുവന്ന ബോട്ടാണ്. പുള്ളിനോട് ചോദിച്ചു ടിക്കറ്റിൻ്റെ കാര്യം. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ കുറവായതുകൊണ്ട് നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോയിൻ ഇട്ടിട്ട് എന്താ പറയുക ബൈനോക്കുലറിൽ നമുക്ക് നോക്കാൻ പറ്റും. ബൈനോക്കുലറിൽ നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ അടുത്തടുത്ത് കാണാൻ സാധിക്കും. കണ്ടോ, നമ്മുടെ ആ എന്താ പറയുക കോട്ട പോലുള്ള ഭാഗങ്ങളും ലൈറ്റ് ഹൗസിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങോട്ട് നമുക്ക് പോവാം കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം. ഇവിടെ ഞാൻ അന്ന് വന്നപ്പോൾ വന്നിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു കാറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം കാരണം സെൽഫി സ്റ്റിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ കാര്യങ്ങളൊന്നും പിടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് വന്ന സമയത്ത്. പക്ഷേ ഇന്ന് അടിപൊളിയായിട്ട് എല്ലാം കുറച്ചും കൂടെ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ എന്ത് രസമാണെന്ന് നോക്കി. യാട്ട്സിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ സ്ഥലത്ത് പോയ സമയത്ത്, നമ്മുടെ ഡൊൺലേരി പോയ സമയത്ത് കാണാൻ പറ്റിയതുപോലെ തന്നെ ഇവിടെയും കുറേ ഏരിയാസ് ഉണ്ട് യാർഡ്സ് ആയിട്ടുള്ള. ആ മേളിൽ കാണുന്നതൊക്കെ ഒത്തിരി അടിപൊളി ഹൗസസ് ആണ്. ആ ഭാഗം തന്നെയാണ് ക്ലിഫ് വരുന്നത്. സോ നമ്മൾ ആ ഭാഗം കയറി ഇറങ്ങിയിട്ടാണ് ക്ലിഫ് കാണാൻ പോകുന്നത്. ഹലോ, അപ്പം നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഹോത്തിൻ്റെ ഒരു സിറ്റി, ഒരു ടൗൺ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഓൺ ദ വേയിൽ കുറേ കാര്യങ്ങൾ കാണാം. നിങ്ങളെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ എല്ലാം വാച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ ബോട്ട് യാത്ര പോകുന്ന ഒരു ടൈമാണ്, പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അടിപൊളിയായിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബോട്ട്
ബോട്ടിലേക്ക് പോയിരുന്നുണ്ടോ എന്ന് വെച്ചിട്ട് അവർ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഭയങ്കര പൈസയാണെന്ന് തോന്നുന്നു. ഈവൻ ലൈക്ക് ഡള്ളറി പോയ സമയത്തും അവിടെയും ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. അതും നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു. വീണ്ടും സീലുകളെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ആളുകളൊക്കെ സീലിനെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. സോ കുറേ 3-4 സീൽസോളം വന്നിട്ടുണ്ട് ഇപ്പം. കണ്ടില്ലേ, 3 പേരുണ്ട് അടിയിൽ. ശരിക്കും കാണാൻ പറ്റും നന്നായിട്ട്. ഇപ്പോൾ സിറ്റിയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ എൻട്രൻസ് കയറി വന്ന് കഴിയുമ്പോൾ ഇടത് സൈഡിലേക്കാണ് നമ്മളിങ്ങനെ പോകാൻ പോകുന്നത്. മേളിൽ കാണുന്ന ഹൗസസ് കണ്ടോ, അതൊക്കെ മാൻഷൻസ് പോലെയുള്ള ഹൗസസാണ് മേളിൽ കാണുന്നത്. ഭയങ്കര ഗ്ലാസി, ഭയങ്കര എന്താ പറയുക, റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇടമാണ് അതൊക്കെ. അപ്പോൾ നമ്മളിനി ഈ ഒരു സ്ട്രെച്ച് ഫുള്ള് നടന്നു പോയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പുറ സൈഡിലേക്ക്. നമ്മൾ ആദ്യം കണ്ട ആ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ ദൂരം നടക്കാനുണ്ട്. ഓൺ ദ വേയിൽ നമുക്കിനിയും എക്സ്ട്രാ ആയിട്ട് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. എല്ലാം കാണിച്ചു തരാം. ഇതേ കാണുന്നതാണ് കണ്ടോ, ലൈറ്റ് ഹൗസ് ആണ് ആ കാണുന്നത്. കണ്ടോ, ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അങ്ങോട്ടാണ് നമ്മളിനി, ഞാൻ ആദ്യം പോയ റോഡ് എനിക്ക് തോന്നുന്നു ആ റോഡിൽ കൂടെ ആയിരുന്നില്ല പോകേണ്ടതെന്ന് തോന്നുന്നു. സോ കുറച്ച് കൺഫ്യൂഷനായിപ്പോയി. അപ്പം ഞാൻ റോഡ് ഒന്ന് മാറ്റി പിടിച്ച് ഇനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഇടവഴിക്കാണോ പോകേണ്ടത് അതോ റോഡ് ചുറ്റിയാണോ പോകേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ റോഡ് ചുറ്റി പോകാൻ പോകും, കാരണം അതായിരിക്കും കുറച്ചും കൂടെ സേഫ്. അറിയാതെ പോയി കഴിഞ്ഞ് അവിടെ ഇവിടെയും പോയി എത്തണ്ടല്ലോ. ആകാശത്ത് നോക്കി കാണാം ഫ്ലൈറ്റുകൾ മിന്നി മായുന്നത്. ഇത് കണ്ടോ, എന്ത് രസമാണ് നോക്കിയല്ലേ. നല്ല ഒരു സണ്ണി ഡേ ആണ്. ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഓർത്തുന്ന എന്താ കാര്യം പണി പറ്റിച്ചെന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ ക്ലൈമറ്റ് മാറി. ഇവിടെ നോക്കി നിൽക്കുമ്പോഴാണ് ക്ലൈമറ്റ് മാറുന്നത്. റൈറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഉള്ള ഒരു എൻട്രി കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് സ്കൂളിൻ്റെ ഭാഗമായിട്ട് കുറേ സ്റ്റുഡൻസിനെ കാണാനുണ്ട്. അവർ വന്നിട്ട് ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതായിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അവരാണ് കൂടുതൽ. അതല്ലാതെ ഇന്നിപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അതല്ലാതെയുള്ള ക്രൗഡ് കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു യാർഡ്സൊക്കെ കിടക്കുന്നതിൻ്റെ പുറകുവശത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ യാർഡ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ ഞാൻ കാണിക്കാം. കണ്ടോ, അതേ കാണുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് യാർഡ്സ് കിടക്കുന്ന ഭാഗം. കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ട് ചെല്ലുമ്പം. കണ്ടോ, സെറ്റപ്പ് അല്ലേ. നല്ല യാർഡ്സുകളാണ് ഫുള്ള്. കാശുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടല്ലേ എന്ത് ഭംഗിയെ കാണാൻ നോക്കി. നമ്മളന്ന് ഡള്ളറി പോയ സമയത്ത് ഇതുപോലെ തന്നെ യാർഡ്സുകൾ കിടക്കുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്ന മേളിത്തെ ആ ഒരു ഭാഗത്തോടാണ് നമുക്ക് കയറി അപ്പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഈ ഒരു ഭാഗത്തോടെയാണ് മുകളിലേക്ക് കയറി പോകേണ്ടത്. നമുക്ക് കണ്ടില്ലേ, കാണുന്നത് അതേ ഭാഗമാണ് ആക്ച്വലി ക്ലിഫിൻ്റെ സൈഡ്. അത് അങ്ങോട്ടാണ് നമുക്കിനി പോകേണ്ടത്. പക്ഷെ അതങ്ങോട്ട് പോകേണ്ട വഴി കണ്ടുപിടിക്കാം ഒന്നും അറിയത്തില്ല. കോഷൻ, റഫ് അൺഈവൻ സർഫേസ്. നമ്മൾ നടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ വഴി അത്ര നല്ലതല്ല. മീൻസ് അൺഈവൻ സർഫേസസ് ആണ് കോഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ. അപ്പം ഒരുപാട് ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് നടന്ന് പോകുന്നുണ്ട്. ഒത്തിരി ഒരു ലോങ് സ്ട്രെച്ചാണ്. കുറേ ടൈം എടുക്കും കറങ്ങി വരണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇവിടുന്ന് സിറ്റിയുടെ വ്യൂസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന ഭാഗമാണ് നമ്മൾ ആദ്യം യാർഡ്സ് കിടക്കുന്ന കാര്യം പറഞ്ഞില്ലേ. അതിനുശേഷം നമ്മൾ ആ ഒരു സിറ്റിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്ന എല്ലാം. കണ്ടില്ലേ. അപ്പോൾ ഈ സ്ഥലത്ത് വന്ന് ഇതൊക്കെ ഒന്ന് കാണാനും അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനൊരു അവസരം കിട്ടിയത് തന്നെ വലിയൊരു ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. നമ്മൾ നാട്ടിൽ നിൽക്കുമ്പം നമ്മൾ ഓർക്കും
ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യണത്. പക്ഷേ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഇവിടെ വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ അതിലപ്പുറം സന്തോഷം. സോ എല്ലാം ഇനി നമുക്ക് പോകുന്ന വഴിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഇടയിൽ ഒന്നും തരം ഒരു ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എല്ലാം വ്യക്തമായിട്ട് കാണിച്ചു തരാനോ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനോ. പക്ഷേ ഇപ്പം അതല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പേടിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം നന്നായിട്ട് കാണിക്കാൻ നമുക്ക് സാധിക്കും ഇത്തവണ. റഫ് സീ ആണ്, കാരണം കുറേ തിരമാലകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, എല്ലാം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ സൗണ്ട് കാരണം, ഈ തിരമാല അടിക്കുന്നതിൻ്റെ സൗണ്ട് കാരണം അത്ര നന്നായിട്ടൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല പറയുന്ന കാര്യങ്ങളൊക്കെ. സോ സിറ്റിയുടെ വ്യൂസ്, യാർഡ്സ് കിടക്കുന്നതിൻ്റെ ആ പുറകിലുള്ള ഭാഗമാണ് നമ്മുടെ ഇവിടുത്തെ ടൗൺ. അപ്പം അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കുറേ കാണാമെന്ന് വിചാരിക്കണം. ഒരുപാട് ലോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മനുഷ്യന് ഇടപാട് തരും, അത്രയും ലോങ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കണ്ടോ എത്ര മാത്രം നടക്കണം നോക്കി. ആ ഒരു ഭാഗത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറേ ലോങ് ആയിട്ട് നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഇതവിടെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയല്ലേ, നല്ല അടിപൊളിയായിട്ടില്ലേ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ അവിടെ ഒരു സെപ്പറേറ്റ് ഒരു റോക്കാണ് ഇരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ. അങ്ങോട്ടൊന്നും ആളുകൾ എന്താ പറയുക കയറാത്ത സ്ഥലങ്ങളാണ്, മീൻസ് അവിടെ ഒന്നും ആളുകളില്ലാത്ത സ്ഥലങ്ങളാണ്. ആ ഒരു ഹില്ല് കാണുന്നത്, അങ്ങോട്ടൊന്നും ആളില്ല. ഇത്രയും ഭാഗം നമുക്ക് നടന്നു വേണം അങ്ങ് എത്താൻ വേണ്ടി, ലൈറ്റ് ഹൗസിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇത്രയും ഭാഗം നടക്കാനുണ്ട്. ഒരുപാട് നടക്കാനുണ്ട്. നടന്നാണെന്ന് മനുഷ്യന് ഇടപാട് വരും. അതാണ് ഏറ്റവും വലിയ കാര്യം. തിലമാര അടിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാവെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും പൊളിയാണ്. അപ്പോൾ പുറകിൽ കാണുന്ന ഭാഗത്തേക്കാണ് നമുക്ക് എത്താനുള്ള. കുറേയും കൂടെ നടന്നെങ്കിൽ മാത്രമേ അങ്ങോട്ട് എത്തത്തുള്ളൂ. അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും എന്താ പറയുക നല്ല ഒരു വെതറാണ് ഇന്നത്തെ ദിവസം കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര നല്ല വെതർ തന്നെയാണ് ഞാൻ ഓർത്തു ഇന്നത്തെ കാര്യം പോയത്. പക്ഷേ ബ്യൂട്ടിഫുൾ വെതർ. So if you get an opportunity, you must come visit this place. Those who live close by Dublin or in Ireland must watch flies actually. So you should come and visit this place. It's going to be really nice and it's a good package for a day. ഇതാണ് ഞാൻ ആ പറഞ്ഞ ലൈറ്റ് ഹൗസിൻ്റെ ഒരു ഭാഗം. പൊളിയല്ലേ അല്ലേ? ഒരുപാട് ഓൾഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് ലൈറ്റ് ഹൗസസ് കാണാൻ പറ്റും ഇതുപോലെ. കണ്ടോ, ഞാൻ ഈ വഴിക്കാണ് വന്നത്, മീൻസ് ഒരുപാട് നടന്ന് ഇത്രയും ഭാഗമായിട്ട് വന്ന് കയറിയേക്കുവാണ് ഇപ്പം. പിന്നെ ഇവിടെ ഇതും ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. വേറെ ഒരു ഇത് കാണാനുണ്ട് ഇവിടെ, അതും പൊളിയാണ് ആക്ച്വലി. സോ എല്ലാം രസമാണ് കാണാൻ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഏകദേശം. കണ്ടോ, ആ കാണുന്ന ലൈറ്റ് ഹൗസാണ് നമ്മൾ ഇവിടെ ലൊക്കേഷൻ. ആക്ച്വലി മെയിൻ ആയിട്ടുള്ള ഒരു ഹോട്ട്സ്പോട്ടാണ്. ആ ഒരു ഭാഗത്തെത്തി. കുറേ നടക്കാനുണ്ടായിരുന്നു, ബട്ട് റിയലി നല്ല അടിപൊളിയായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടാതെ ഈ കാണുന്നതാണ് ഇവിടുത്തെ വേറൊരു ലൈറ്റ് ഹൗസ്. കണ്ടില്ലേ, ഇതും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ്. ഒരുപാട് അയർലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഹിസ്റ്ററിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ അങ്ങനെ ഹിസ്റ്ററിപരമായിട്ടുള്ള കാണാനുള്ള കാഴ്ചകളാണ്. സോ ഇത് വേറൊരു ലൈറ്റ് ഹൗസിൻ്റെ ഭാഗമാണിത്. പൊളിയാണ് കേട്ടോ. സോ ഞാനിവിടെ 1-2 വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നിറഞ്ഞ മനസ്സോടെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ
നമ്മുടെ ഈ ഒരു ഹോത്തിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള നമ്മുടെ വ്യൂസൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോകണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്ലിഫിലേക്കാണ്. ക്ലിഫിലേക്ക് ഇവിടെ നിന്ന് കാണാൻ ക്ലിഫ് ആക്ച്വലി. സോ അങ്ങോട്ട് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നു 45 മിനിറ്റ്സോളം ഈ സിറ്റിയിൽ നിന്ന് നമ്മൾ കുന്നുവഴി ഇങ്ങനെ മലനിരകളിലൂടെ കയറി പോകാനുണ്ട്. അപ്പോൾ അത്രയും മിനിറ്റ് നടന്നെങ്കിൽ മാത്രമാണ് അങ്ങ് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം കുറേ ടൈം എന്തായാലും എടുക്കും. അപ്പം ഇനി നമുക്ക് അവിടുത്തെ വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ബൈ പറയുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലിഫിൻ്റെ ടൈമിലുള്ള വീഡിയോസ് കാണാം. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എടുത്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മളോട് സംസാരിക്കാനും ചിരിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ മിണ്ടാനും എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കാനൊക്കെ ദേ ആർ വെരി ഓപ്പൺ ആക്ച്വലി. സോ people are really friendly in Dublin. Very good thing. ലൈക്ക് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ആളുകളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുമായിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരാത്ത നല്ലൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ആളുകൾ ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രമേ അതിന് പറ്റത്തുള്ളൂ. അപ്പോൾ മോസ്റ്റ്ലി നമ്മളിവിടെ കാണാനൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു രീതിയിലും അവർ ബുദ്ധിമുട്ടിക്കാറില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറ്റമൊക്കെ. സോ അത് ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. സോ ഓഫ് കോഴ്സ് ഡബ്ലിൻ ഐർലൻഡ് പീപ്പിൾ ആർ സോ ഫ്രണ്ട്ലി. അപ്പോൾ ഞാൻ ഇത്രയും നേരം ആ ബണ്ടിൻ്റെ മുകളിൽ കൂടിയാണ് നടന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കാണാനൊക്കെ ആയിട്ട്. പക്ഷേ തണുപ്പ് നമ്മുടെ ആ എന്താ പറയുക വെള്ളം അടിക്കുന്നതിൻ്റെ ആ ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ചേരം. അപ്പം ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടാണെന്ന് തോന്നുന്നു. കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കല്ല് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്പേസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കണം. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇരിക്കാനായിരിക്കും എന്ന് വിചാരിക്കണം. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഭാഗം വന്ന് വിസിറ്റ് ചെയ്ത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഞാൻ ആ ഭാഗത്ത് വന്നിട്ട് പിന്നെ അവിടെ തിരിച്ചു പോവുകയായിരുന്നു. അപ്പം ഇത്തവണ വന്നപ്പോൾ എന്തായാലും ഇവിടെ വരാൻ പറ്റി. എന്തായാലും ഇത് കാണാൻ പറ്റി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഇനിയിപ്പം അങ്ങോട്ട് ഹെഡ് ചെയ്യാൻ പോകണം കേട്ടോ. പോരുന്ന വഴിക്ക് ഞാൻ ഒരാളോട് ചോദിച്ചു എങ്ങനെയാണ് ക്ലിഫിൻ്റെ അങ്ങോട്ട് പോകുന്നതെന്ന്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞ് ഈ വഴിക്കെന്നാണ് പറഞ്ഞത്. ഈ വഴിക്ക് പോയിട്ട് ക്ലിഫ് വാക്ക് എന്ന് പറഞ്ഞ ഒരു സൈൻ കാണാം അവിടെ. അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി പോകാമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ വഴിക്കാണ് കയറി പോകണമെന്ന് തോന്നുന്നു കേട്ടോ. പൊളിയല്ലേ അല്ലേ? എന്ത് രസമാണല്ലേ കാണാൻ. അപ്പം നമുക്ക് ഇവിടെ തന്നെ കാണാം, കുറച്ചൊരു ഹൈ ആയിട്ടുള്ള ഏരിയ നമുക്ക് ഇവിടെ തന്നെ കാണാം കടലിൻ്റെ. അപ്പം ഈ കാണുന്നതാണ് ഞാൻ വന്ന വഴി. നമ്മളവിടെ ആ മറ്റേ യാട്ട്സ് കിടക്കുന്നതിൻ്റെ അവിടെ വന്നിട്ട് വന്നതാണ്. അപ്പം ഇതേ ഭാഗമാണ് നമ്മൾ പോയിട്ട് കറങ്ങിയിട്ട് വന്നത്. ഇപ്പം ആ കാണുന്ന റൈറ്റ് കാണുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ പോയി കറങ്ങിയെല്ലാം വന്നതാണ്. അപ്പോൾ നമ്മളിനി ക്ലിഫ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എത്രമാത്രം ഐ ഡോണ്ട് നോ ഹൗ മച്ച് വി സപ്പോസ് ടു വാക്ക് ആക്ച്വലി ടു ഗെറ്റ് ഇൻടു ദേർ. ബട്ട് എനിവേ ലെറ്റ്സ് സീ. ഒരു കയറ്റം തന്നെയാണ് കേട്ടോ. കുത്തനെയുള്ള ഒരു കയറ്റമാണ്. എനിക്ക് തോന്നുന്നു കുറേ ടൈം എടുക്കും നേരക്കയിൽ ചലഞ്ഞ് തന്നെ. ആ നിരപ്പായ സ്ഥലത്ത് നിന്നൊക്കെ പോയിട്ട് പിന്നെ വീണ്ടും മുകളിലേക്ക് കയറണം എന്ന് തോന്നുന്നു ക്ലിഫിൻ്റെ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും സ്ലോ ഡൗൺ ആയേക്കാണ്. അപ്പം പതുക്കെ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം അങ്ങനെ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നമ്മുടെ ആ ഒരു വ്യൂ കണ്ടില്ലേ പുറകിൽ ക്ലിഫ് എന്താ പറയുക കടലിൻ്റെ വ്യൂ ആണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുറേ പോകാനുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 45 മിനിറ്റ്സ് എന്നാണ് അവർ പറഞ്ഞത്. ബട്ട് ലെറ്റ്സ് സീ. പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഇടം കണ്ടത്. അപ്പം ഇത് ചെന്നെത്തുന്ന ഒരു ലിറ്റിൽ ബീച്ചിലേക്കാണ് ചെന്നെത്തുന്നത്. ഭയങ്കര പൊക്കമാണ് ഇവിടെ, മീൻസ് ഭയങ്കര കുത്തനെ ഇറക്കമാണ്. അപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങുന്നവർ നോക്കിയും കണ്ട് ഇറങ്ങിക്കോണം, ഇവിടെ വീണാലോ ചത്താലോ ഒന്നും ആരും റെസ്പോൺസിബിൾ അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ഒരു എന്താ പറയുക ഒരു കുന്നി ഏരിയയാണ് ആക്ച്വലി. കണ്ടില്ലേ ഒരു ചേച്ചി അവിടെ ഇരിപ്പുണ്ട് ഡോഗിനെയൊക്കെ ആയിട്ട്. അപ്പം ഇവിടുത്തെ ആ ഒരു സേഫ്റ്റി നോക്കിയിട്ടായിരിക്കും അവരങ്ങനെ മെൻഷൻ ചെയ്തേക്കണേന്ന് തോന്നുന്നു. കണ്ടില്ലേ അമേസിങ്, നല്ല അടിപൊളിയാണ്. കുറേ വയലറ്റ് ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് കാണാം. വയലറ്റ് ഫ്ലവേഴ്സ് കാണാം. കുറേ ഹൗസസ് ഒക്കെ നമുക്ക് മേളിൽ കാണാൻ സാധിക്കും.
കണ്ടില്ലേ ഇവിടുത്തെ ഒരു ബോർഡ് കണ്ടില്ലേ, ടേക്ക് 3 ഫോർ ദിസ് സീ എന്ന് പറഞ്ഞേക്കുന്നത്. പ്ലീസ് ടേക്ക് away 3 pieces of plastic every time you visit this beach. അമേസിങ് മെസ്സേജ്. ലൈക്ക് നമ്മൾ ഓരോ പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് 3 പ്രാവശ്യം ഏതെങ്കിലും 3 എന്തെങ്കിലും എടുത്തിട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്ലീൻ ആക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ഇനി ഇത് മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറണം. നല്ല കുത്തനെ ഉള്ളതാണ്, നല്ല സ്റ്റീപ്പാണ് ആക്ച്വലി. അപ്പം അവരാ കൊടുത്തിരിക്കുന്ന സൈൻ വിച്ച് ഈസ് എക്സാക്ട്ലി റൈറ്റ്. കണ്ടില്ലേ, ഇത്രയും കുത്തനെ മുകളിലേക്ക് കയറി പോകേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ്സ് ദിസ് ദ റൈറ്റ് വേ. ഈ വഴി തന്നെയാണെന്ന് വിചാരിക്കുന്നു. കാരണം അവിടെ ഇറങ്ങി കയറി വന്നപ്പോഴത്തേക്ക് മനുഷ്യരുടെ ഇടപാട് തീർന്നിട്ടുണ്ട്. കാരണം മേളിൽ ആ വഴിക്കെല്ലാം തോന്നുന്നു, കാരണം അവിടെയൊക്കെ പണി നടക്കുന്ന സ്ഥലമാണ്. മടുത്ത്. എന്തായാലും മുകളിൽ ചെല്ലുമ്പോൾ നല്ലൊരു വ്യൂ ഉറപ്പായിട്ടും നിങ്ങളെ കാണിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. സൂപ്പർ. നമ്മൾ ഏകദേശം മേൽഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇതുണ്ടോ, ഈ ഭാഗത്താണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് വന്നത്. കണ്ടില്ലേ, ആ ഭാഗത്താണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് കയറി വന്നത്. ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ നടന്നിട്ട് കയറി വന്നത്. അപ്പം ഇപ്പോൾ ഏകദേശം നിരപ്പായ സ്ഥലം ആയിട്ടുണ്ട്. ഐ തിങ്ക് വി ഷുഡ് വാക്ക് ലിറ്റിൽ ഫർദർ ആഴക്കാൻ. സോ ലെറ്റ്സ് സീ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും എന്താ പറയുക, അത്രയൊരു എക്സ്ക്വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ഈ ഒരു ഹോത്തിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ലുക്സ് ഫാന്റാസ്റ്റിക് റിയലി. ഇത്ര അടിപൊളിയാണെന്ന് പറയാം. ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ, ലോക്കൽസൊക്കെ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും. സോ ദേ ആർ വെരി ഫ്രണ്ട്ലി ആൻഡ് നല്ല കമ്പനിയാണ് എല്ലാവരും. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്, മസ്റ്റ് സീ പ്ലേസാണ് കേട്ടോ. ഇപ്പം നമ്മൾ കയറി വന്ന ആ ഒരു പ്ലേസിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഇപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിയുടെ ഫുൾ ഭാഗങ്ങൾ തന്നെ ഏകദേശം കാണാൻ പറ്റും. ആ നിൽക്കുന്ന ആ തിട്ടിൻ്റെ തൊട്ട് പുറകിലായിട്ട് വരും സിറ്റിയുടെ ഭാഗങ്ങൾ. പിന്നെ നമ്മൾ നടന്ന ആ ഒരു സ്ട്രെച്ചാണ് ആ കാണുന്നത്, ലൈറ്റ് ഹൗസ് കാര്യങ്ങളെല്ലാം ആ കാണുന്നത്. ഇറ്റ്സ് എ quite a huge area. ഇവിടെ ഇങ്ങനെ ഒരു വലിയ തിട്ടുണ്ട് കേട്ടോ. സോ ഇങ്ങോട്ടൊക്കെ ആൾ ഇറങ്ങുന്നതാണോ എന്താണോ കാണാൻ പറ്റും. എന്ത് രസമാണ് സിറ്റി, നല്ല രസമല്ലേ അല്ലേ, പൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലിഫിൻ്റെ ആ ഒരു എൻട്രൻസ് മീൻസ് കയറുന്ന ഭാഗമാണ് നമ്മളെത്താൻ പോകണമെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം മലകൾ, വലിയ നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ട അതേ മലകൾ നമുക്ക് കാണാൻ പറ്റും. ഹൗസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിയാണ് കേട്ടോ, സെറ്റപ്പ് ഹൗസസാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഹൗസസൊക്കെ നല്ല ഓൾഡായിട്ടാണ് ഇരിക്കുന്നത്. മീൻസ് കാര്യം ലുക്സൊക്കെ ഉണ്ടെങ്കിലും നല്ല ഓൾഡായിട്ട് തന്നെയാണ് ഹൗസസൊക്കെ, അല്ലാതെ മോഡേൺ രീതിയിലുള്ള ഹൗസസ് അല്ല, എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസസാണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത്. നമ്മൾ ആദ്യം സിറ്റിയുടെ നേരെ മുകളിൽ കണ്ട ഒരുപാട് പേര് നമ്മുടെ പുറകിൽ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പം എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലേസ് പോയി കണ്ടിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു ടൈം എടുക്കും. ഏകദേശം നമ്മൾ മടുത്തു പോകും തിരിച്ച് വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് എനിക്ക് തോന്നണം ഇന്ന് ഈ ഒരു പ്ലേസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അത്രയും നടക്കാനുണ്ട്. കുറേ 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞേക്കാൾ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നടക്കാനൊക്കെ ആയിട്ട്. അപ്പം അത്ര എന്താ പറയുക, ക്ലോസ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല. ഉറപ്പായിട്ടും കുറേ ദൂരം നടന്നു വേണം നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനൊക്കെ ഏകദേശം എത്താൻ പോകുകയാണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഏരിയയാണ് ഏറ്റവും പൊക്കം കൂടിയ ഏരിയ ഈ ഭാഗത്ത്. നല്ല രസമാണ് കാണാനൊക്കെ.
തന്നെ അയർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം നടക്കുന്നത് പറഞ്ഞു. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്ററോളായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പേര് നടക്കാറുണ്ട് കൂടെ, പക്ഷെ എന്നാലും നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇത്രയും ദൂരം നടന്നു വരുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിനി നടക്കാനുള്ള ഭാഗം. ഇവിടെ നിന്നാണോ 45 മിനിറ്റ്സ് എന്ന് എനിക്കറിയത്തില്ല. ബട്ട് എങ്കിൽ കൂടിയും നമ്മൾ ഏകദേശം ആ ക്ലിഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഉള്ള വഴിയിൽ, ചെറിയ വഴിയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ആളുകൾ നടന്ന് പോകുന്നുണ്ട് ആ വഴിക്ക്. അപ്പം ഇവിടെ നിന്ന് കുന്ന് കയറാനുണ്ട് ഇനി. അപ്പം അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ കുഴപ്പമില്ല, നല്ല അടിപൊളി പൂക്കളൊക്കെ. അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ അത്ര കുഴപ്പമില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കുമല്ലേ, അപ്പോൾ അത്ര പ്രശ്നമില്ല. പക്ഷെ ഇങ്ങോട്ട് കയറുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും. പതുക്കെ കയറിയാൽ മതി. എനിക്കാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ പറ്റിയിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊന്നും കാണാനില്ല. തന്നെയല്ല അല്ലാത്തവിടത്ത് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാരാണെങ്കിൽ ഉണ്ട്. എവിടെയെങ്കിലും നല്ല പ്ലേസ് നോക്കി മൂത്രം ഒഴിച്ചെങ്കിൽ ആദ്യം ചിലപ്പോൾ നടക്കുള്ളൂ. സോ ഞാൻ നടക്കുന്നതിൻ്റെ പുറകോട്ടുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഏരിയ തന്നെയാണ്. കണ്ടില്ലേ? അപ്പോൾ ചെറിയ നടക്കലുകളെ കണ്ടു തുടങ്ങി മുകളിലേക്ക് ചവിട്ടി കയറാനുള്ള. ഇനിയിപ്പം നോർമലായിട്ടുള്ള അങ്ങനെയുള്ള പ്ലേസുകളാണ്. ഇവിടെ ആൾക്കാർ കല്യാണത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ പേടിക്കേണ്ട സ്ഥലം തന്നെയാണ്. കാരണം താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഇതായിട്ടാണ് ഏരിയ കാണുന്നത്. അപ്പം പ്രത്യേകം സൂക്ഷിക്കണം ഇവിടെ വരുന്ന സമയത്ത്. കാറൊന്നും തെറ്റാത്ത രീതിയിൽ വേണം നടന്ന് പോകാനൊക്കെ. കാരണം ഈ ചരളം മണ്ണായതുകൊണ്ടേ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. കെയർഫുള്ളായിട്ട് വരിക. ഏകദേശം ടോപ്പിൽ നിന്നുള്ള ആ ഒരു ലുക്കാണ് കേട്ടോ അത്. ഇനി ആയിട്ടില്ല, ടോപ്പ് മെയിനായിട്ടുള്ള ടോപ്പ് ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു നടക്കാൻ. ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് അങ്ങോട്ട്. സോ വീഡിയോ കാണുന്ന പോലെ തന്നെ അത്രയും ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഭയങ്കര രസമാണ് കാണാനൊക്കെ ആയിട്ട്. പൊളിയാണ് കേട്ടോ. നമ്മുടെ ഞാനൊക്കെ നമ്മുടെ വയസ്സ് പുറകിൽ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളോട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു രസമാണ് കാണാൻ. സോ ഐ റിയലി ലൈക്ക് ഇറ്റ്. നമ്മുടെ ഈ ഒരു ശരിക്കും അനുഭവമായിരുന്നു പറയാം. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ വന്നിട്ട് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നിന്നാൽ തന്നെ കാല് വിറയ്ക്കുന്ന ഒരിടാണ്. അത്രയും സ്റ്റീപ്പായിട്ടുള്ളൊരു ഭാഗമാണ്. മൊത്തം ഇവിടെ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് കാണാനായിട്ട്. ഇത്രയും പൊക്കായിട്ടുള്ളൊരു ഏരിയ അത് മാത്രമേ ഉള്ളൂ. ഒരുപാടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. സോ ലൈക്ക് കിലോമീറ്ററുകളുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോഴാണ് വഴി തെറ്റൊന്ന് പേടിക്കണ്ടേ. അത്രയും ഒരു രസമാണ് നോക്കിയാലേ കാണാനായിട്ട്. ആ ചേച്ചി ചേട്ടൻ നിൽക്കുന്നിടത്ത് ഞാനിപ്പോൾ നിന്നിട്ട് വന്നേ. അത് കഴിഞ്ഞ് വരുന്ന പ്ലാനാണ് ഈ കാണാൻ. എന്ത് രസം. ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. ഓസം. സോ മഞ്ഞപ്പൂക്കളുടെ ഒരു ഇടമാണ് കേട്ടോ. ഫുള്ള് ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം മഞ്ഞപ്പൂക്കളാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാടുണ്ട് കേട്ടോ ആക്ച്വലി. എന്ത് രസം നോക്കിയേ. പൊടിയല്ലേ. മഞ്ഞ രീതിയിലാണ് ഫ്ലവേഴ്സ് നിൽക്കുന്നത്. ഒരുപാടുണ്ട്.
ജസ്റ്റ് ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് നടക്കാൻ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആരോഗ്യമില്ല. കാരണം മടുത്തു പോകും നമ്മൾ. ഇപ്പോൾ എല്ലാ ദിവസവും നടക്കാത്ത ആളുകളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയപ്പം ഭയങ്കര പാടാണ് ഈ ഒരു ഭാഗത്ത് വന്ന് എന്താ പറയുക നടന്നു കയറുക എന്നുള്ളത്. അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് നടന്ന് കയറിയതിന് ശേഷം തിരികെ നമുക്ക് മലഹാട് ബീച്ചാണ് പിടിക്കാൻ പോകണം. അപ്പോൾ മലഹാട് ബീച്ചിൽ നിന്ന് പോകാൻ പറ്റും. എന്തായാലും താഴത്തേക്ക് ഇറങ്ങട്ടെ. കാരണം ഇവിടുന്ന് ഒരു കുറേ കിലോമീറ്റർ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ ഇറങ്ങിയിട്ട് എന്താ പറയുക ക്ഷീണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മലഹാട് ബീച്ചിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം നമ്മൾ സ്പേസ് വരുമ്പോഴാണ് നമുക്ക് കുറേ മനസ്സിലാവും. കാരണം ഈ തണുപ്പായതോടെ അത്ര ആൾക്കാർ അത്രയൊന്നും കാണാൻ പറ്റും. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് ഇപ്പോൾ കാറ് വേണം അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള വെഹിക്കിളൊന്നും വേണമെന്നൊന്നുമില്ല. ട്രെയിൻ പിടിച്ചിട്ട് അപ്പം ഇങ്ങനെയുള്ള പ്ലേസുകളൊന്നും നമുക്ക് ഓരോ അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് മലയിറക്കമാണ്. കുറേ ഉണ്ട് ഇനിയും കാണാനൊക്കെ അവിടെ. പക്ഷെ നമുക്ക് കുറേ നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ബോറും അടിക്കും. തന്നെയല്ല നമ്മുടെ സ്ട്രെങ്ത്തും തീരും. അതാണ് ഏറ്റവും വലിയ കളി. അപ്പോൾ ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ കണ്ടു. അതിന് ഇഷ്ടം പതുക്കെ അപ്പുറത്തേക്ക് വരാമെന്ന് വെച്ചു. അടുത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ആ ഒരു ക്ലിഫ് കയറാൻ പോയ ആ ഒരു കാര്യം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തിരിച്ച് ഇറങ്ങുവാണ് താഴത്തേക്ക്. നമ്മളിപ്പോൾ നിരപ്പായിട്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറേ നടക്കണം നമ്മൾ താഴത്തേക്ക്. നമ്മൾ ആദ്യം വന്നതുപോലെ ആ വഴിക്കൂടെ തന്നെ കുറേ നടന്നെങ്കിൽ ഒരു 1.25 മണിക്കൂറെങ്കിലും നമ്മൾ നടന്നെങ്കിൽ താഴത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം തിരിച്ചുള്ള നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. തന്നെയൊക്കെ ആകുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് തന്നെ എന്താ പറയുക യാത്ര ചെയ്ത് പ്രാക്ടീസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആൾ കൂടെ വേണം എന്നൊന്നുമില്ല. സോ ഇൻ ദ ഫ്യൂച്ചർ I am definitely planning more of a single traveling to different countries and different hotspots here in Ireland. അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ ടൈം എടുക്കുമെന്ന് തോന്നും. കാരണം നമ്മളൊന്ന് സെറ്റിലായി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ട്രാവലിംഗ് ഒക്കെ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗിളായിട്ട് ട്രാവൽ ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാം. ആരെയും നമുക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല. എൻജോയ്മെൻറ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരു 90% നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി എ പാർട്ണർ ടു ട്രാവൽ. സോ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ദിവസം. അതുപോലെ തന്നെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഐ എം പ്ലാനിങ് ടു ഗോ ടു സംവെയർ എൽസ്. സോ ദർ പ്ലേസ് കോൾഡ് Bray ആൻഡ് Donegal ആൻഡ് Galway. അങ്ങനെയുള്ള കുറേ പ്ലേസസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഐ എം പ്ലാനിങ് ടു ട്രാവൽ ഓൺ ദ വേ. സോ ലെറ്റ്സ് സീ വാട്ട്സ് കംസ് അപ്പ്. പിന്നെ നമ്മൾ സിംഗിളായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് തോന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് പിടിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയൊക്കെ എടുക്കാനൊന്നും ആരും കാണത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷേ നമ്മൾ തന്നെ വേണം എല്ലാ കൂട്ടം ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊരു ഇതാണ്. അതെനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ പിക്ചർ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷേ അതല്ലാതെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവലിംഗ് സിംഗിളായിട്ട് പോകുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരാളെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ എന്തായാലും ഐ എം പ്ലാനിങ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ കൺട്രീസിൽ ട്രാവൽ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് മലയിറങ്ങി നമ്മൾ ഏകദേശം കടലിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയില്ല. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് ട്രാവലേഴ്സ് വരുന്നുണ്ട് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, നമ്മൾ ആദ്യം ഇവിടെ നിന്നല്ലേ കയറി വന്നത്. അപ്പം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ തിരിച്ച് എത്തിയിട്ടുണ്ട്. ഇനിയുണ്ട് കുറേ നടക്കാൻ. 1.5 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ നമ്മൾ വന്ന ട്രെയിൻ സ്റ്റേഷനിൽ അങ്ങോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോയി വന്നതിന് ശേഷം നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയാണ് എൻ്റെ ആക്ച്വലി. ഇത് കഴിഞ്ഞിട്ടുള്ള ഇല്ല, ഇവിടെ വരെയുള്ളൂ നമുക്ക് ട്രെയിൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി സിറ്റിയിലേക്കാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് എനിക്ക് ഇറങ്ങാനുള്ളത്. അപ്പം ഈ ട്രെയിൻ പോകുന്ന ആക്ച്വലി ബ്രേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയും ഒരുപാട് കാണാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഇന്ന് ശരിക്കും മടുത്തിട്ടുണ്ട് ആക്ച്വലി. നമ്മൾ ക്ലിഫൊക്കെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇടപാട് തീരും. ആക്ച്വലി കുറേ നടക്കാനുള്ളതുകൊണ്ടും ലോങ് ഒരു ഇതായതുകൊണ്ടും നമ്മൾ ഉറപ്പായിട്ടും മടുത്തു പോകും. അപ്പം ഓഫ് കോഴ്സ് ഇന്നത് പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇടപാടൊക്കെ തീർന്നിട്ടുണ്ട് ഏകദേശം. അപ്പം ഞാൻ ആലോചിക്കുക ഇനി വീട്ടിലേക്ക് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. I did enjoy it.